നമ്മളോട് എത്ര ആളുകൾ ലവ് യു എന്ന് പറഞ്ഞിട്ടുണ്ടാവും? ലവ് യു എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മൾ ഇഷ്ടമാണെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. മറ്റാളുകൾക്കൊക്കെ നമ്മൾ ഇഷ്ടമാണെങ്കിൽ പോലും നമുക്ക് അതുപോലെ ഒരു ഫീൽ തോന്നിയിട്ടുണ്ടോ നമ്മളോട്? നമുക്ക് നമ്മളിഷ്ടമാണെന്നുള്ളൊരു ഫീൽ തോന്നിയിട്ടുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ അച്ഛന്, അമ്മയ്ക്ക്, നമ്മുടെ വീട്ടുകാർക്ക്, നമ്മളെ സ്നേഹിക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ, അവർക്കൊക്കെ നമ്മൾ ഇഷ്ടമാണ് കേട്ടോ. അവർ നമ്മളെ സ്നേഹിക്കുന്ന അത്ര പോലും പലപ്പോഴും നമ്മളെ സ്നേഹിക്കുന്നുണ്ടാവില്ല എന്നുള്ളതല്ലേ. ആദ്യം നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാള് നമ്മളാണ്. നമ്മൾ കഴിഞ്ഞിട്ടുള്ളൂ നമുക്ക് മറ്റാരും എന്നുള്ളൊരു തിരിച്ചറിവാണ് ആദ്യം വേണ്ടത്. ഒരാളുമായിട്ട് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരാൾ ആക്ച്വലി ഞാൻ തന്നെയാണ് എന്നുള്ളത്. അത് സംഗതി സങ്കടമാണ്. അയാൾ കുറച്ച് അയാളുടെ സങ്കട കഥകളൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അതിനിടയിൽ അയാൾ അവസാനം പറഞ്ഞു, എന്നൊന്നും ആരും സ്നേഹിക്കാനൊന്നും ഇല്ലെന്നേ, ആർക്കും എന്നോടൊന്നും ഒരു സ്നേഹമില്ല എന്നുള്ളത്. ഈ രണ്ട് പോയിന്റ്സും തമ്മിലൊരു ബന്ധമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളോട് സ്നേഹമില്ലെങ്കിൽ മറ്റൊരാൾക്കും നമ്മളോട് സ്നേഹം ഉണ്ടാവില്ല. ആദ്യം നമുക്ക് നമ്മളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അതാണ് ബെറ്റർ ആക്കേണ്ടത്. അത് ബെറ്റർ ആക്കിയാൽ തന്നെ മറ്റാളുകളുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്സ് ഒക്കെ ബെറ്റർ ആവും. സോ ആദ്യം നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങേണ്ടത് നമ്മൾ തന്നെയാണെന്നുള്ളതാണ്. ചില ആളുകളുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും, ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ ട്രിഗർ ആവും. അവർക്ക് വാല്യൂ കിട്ടണില്ല, അവരാരും അംഗീകരിക്കുന്നില്ല. വാല്യൂ കിട്ടാൻ വേണ്ടി ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു, ഇതൊക്കെയാണ് അതിന്റെ ബേസ്. നമുക്ക് മനസ്സിലാവുമല്ലോ ഇത് കേട്ടാല്. ചെറിയ കാര്യങ്ങൾക്ക് ട്രിഗർ ആവും. ചില ആളുകൾ, അവർക്ക് ഒരു റിലേഷൻഷിപ്സും ശരിയാവില്ല, അവർക്ക് പ്രണയവും ശരിയാവില്ല, മാരേജും ശരിയാവില്ല. അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അവർ വീട്ടുകാരോട് പ്രശ്നം ഉണ്ടാക്കും, വൈഫിനോട് പ്രശ്നം ഉണ്ടാക്കും, നാട്ടുകാരോട് പ്രശ്നം ഉണ്ടാക്കും, കൂട്ടുകാരോട് പ്രശ്നം ഉണ്ടാക്കും. ലൈഫ് ആകെ സ്ട്രഗിൾ ആകും കേട്ടോ. എന്തൊക്കെയോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. അവർക്ക് വാല്യൂ കിട്ടില്ല, എന്തൊക്കെയോ ആണ് ആ പ്രശ്നങ്ങൾ. അവസാനം മരണക്കിടക്കെ കിടക്കുമ്പോൾ പറയും, ആ നേഴ്സ് എന്താ എന്നെ എങ്ങനെ നോക്കുന്നത്? ഒരു പുച്ഛത്തോടെ അല്ലേ അത് നോക്കുന്നത്? ഞാൻ എന്താ വെറുതെയാണ് അവിടെ കിടക്കുന്നത്? അപ്പോഴും പ്രശ്നമാണ് അവർക്ക്. ഇതൊക്കെ എന്താ അറിയോ പറയുന്നത്? അയാൾക്ക് സെൽഫ് ലവ് ഇല്ല. സെൽഫ് ലവിന്റെ ആ മീറ്റർ ഉണ്ടല്ലോ, അയാൾക്ക് അത്രയും താഴെയാണ്. സെൽഫ് ലവ് അത്രയും അയാൾക്ക് കുറവാണെന്നുള്ളതാണ്. ഒരു സെഷന്റെ ഭാഗമായിട്ട് ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ വളരെ മോശമായ ഒരു വ്യക്തിയാണെന്നുള്ളത്. അപ്പം ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ മോശമായ വ്യക്തിയാണെങ്കിൽ അത് പ്രൂവ് ചെയ്ത് കാണിക്കൂ. ഒരു 10 വരിയിൽ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് മോശം എന്നുള്ളതൊക്കെ ഒന്ന് എഴുതി കാണിച്ചു തന്നെ, എന്നിട്ട് വിശ്വസിപ്പിച്ച് തരും. അത് പ്രൂവ് ചെയ്യും, എന്നിട്ട് മതി ബാക്കിയല്ല. അപ്പൊ അയാൾ ഓക്കെ ഞാൻ എഴുതി തരാം. അയാൾ ഇരുന്ന് എഴുതാൻ തീരുമാനിച്ചു. ഞാൻ പേപ്പറും പേനയും കൊടുത്തു. നമുക്കതൊന്നും അറിയണമല്ലോ, ഇയാൾ മോശമാണെന്ന് അറിയണമല്ലോ എന്ന്. അയാൾ എഴുതി കഴിഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തന്നു കുറച്ച് കാരണങ്ങളൊക്കെ, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. ഞാൻ പറഞ്ഞു, ഇതിലൊന്നും ഞാൻ പോരാ, നിങ്ങൾ മോശമാണെന്ന് വിശ്വസിക്കണമെങ്കിൽ ഇതും പോരാന്ന്. പിന്നെ ഞാനിങ്ങനെ സംസാരിക്കണം, ഓരോ കാര്യങ്ങൾ ചോദിച്ച് സംസാരിച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അയാൾക്ക് മനസ്സിലായി അയാൾ അത്ര മോശമൊന്നും അല്ല. ഇത് അയാളുടെ ഒരു തോന്നൽ മാത്രമായിരുന്നു എന്നുള്ളതാണ്. ഇത് അയാളുടെ ചില വിശ്വാസങ്ങളും തോന്നലുകളും മാത്രമാണ്. ഇതുപോലെയാണ് പലപ്പോഴും നമുക്കുണ്ടാവുന്ന പല ധാരണകളും ചിലപ്പോൾ ജസ്റ്റ് ചിന്തകളും വിശ്വാസങ്ങളും ഒക്കെയാണത്. അതിനെ നമ്മൾ അതാണ് നമ്മൾ വിശ്വസിച്ച് നമ്മുടെ സെൽഫ് ലവ് ഒക്കെ കുറഞ്ഞ് നമ്മളൊരു സ്ട്രഗിളിലേക്ക് വീഴുകയാണത്. ചില ആളുകളെ നമുക്ക് വലിയ ത്യാഗികളായിട്ടൊക്കെ തോന്നും. അവരുടെ കാര്യങ്ങളൊക്കെ നീക്കി വെച്ചിട്ടേ മറ്റുള്ള ആളുകളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ ഓടി നടക്കാൻ തുടങ്ങും. അവരുടെ കാര്യങ്ങൾക്കൊന്നും അവർക്കൊരു വാല്യൂ ഉണ്ടാവില്ല. എന്നാൽ മറ്റുള്ള ആളുകളുടെ കാര്യങ്ങൾക്ക് വലിയ വാല്യൂ കൊടുത്ത് അതിനുവേണ്ടി ടൈം, എനർജി, മണിയൊക്കെ സ്പെൻഡ് ചെയ്ത് ഇതൊക്കെ സെൽഫ് ലവ് കുറവുള്ള ആളുകളുടെ ലക്ഷണമാണ് എന്നുള്ളതാണ്. വേറെ ചില ആളുകളുണ്ട്, അവർക്ക് ലൈഫിൽ എല്ലാം ഉണ്ടാവും കേട്ടോ. നല്ല ജീവിത സാഹചര്യങ്ങൾ, ജോലി, ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന എല്ലാം ഉണ്ടാവും. പക്ഷെ അവർക്ക് തൃപ്തി എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടാവില്ല. അവർ ഉള്ളിൻ്റെ ഉള്ളില് അവർ നേടിയതിനൊന്നും അവർ വാല്യൂ കൊടുക്കില്ല. ഇതൊക്കെ എന്ത് എന്നുള്ളത്, അവനവന് വാല്യൂ ഇല്ല. അവരുടെ ഉള്ളില് അവനവന് തീരെ വാല്യൂ ഇല്ല എന്നാണ്. അപ്പൊ അവർ നേടിയതിനൊന്നും അവർക്കൊരു വാല്യൂ ഇല്ല. അങ്ങനൊരു തൃപ്തി ഇല്ലാതെ മറ്റുള്ളവരെ കണ്ട് ഞാനിങ്ങനെ അവരങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അസൂയപ്പെട്ട് ജീവിക്കുന്നതും സെൽഫ് ലവ് കുറയുന്നതിന്റെ ഒരു ലക്ഷണമാണ്. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളൊക്കെ പല ഫ്രണ്ട്സും അവര് കൂടുതൽ ശ്രദ്ധിക്കുന്നത് അവരുടെ വാല്യൂവിലാണ്. ആളുകളുടെ മുന്നിൽ അവരുടെ വാല്യൂ കൂട്ടണം എന്നൊക്കെ വിചാരിച്ച് അവർ പല കാര്യങ്ങളും ചെയ്യും, പലതും വാല്യൂ ഒക്കെ കൂട്ടും. അതിനിടെ ചില മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ട് അവരുടെ വാല്യൂ കുറഞ്ഞു പോയോ എന്നൊക്കെ ചിന്തിച്ചിട്ട് അവർ വല്ലാതെ ദുഃഖിക്കും. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം. അതങ്ങോട്ട് കേട്ടിട്ട് എന്നെ കുറിച്ച് അവൻ എന്താ വിചാരിക്കുക, എന്നെ കുറിച്ച് ഇയാൾ എന്താ വിചാരിക്കുക, എന്നെ കുറിച്ച് ഇവന് എന്ത് ധൈര്യമുണ്ട് എന്നെ കുറിച്ച് ഇങ്ങനെ പറയാൻ എന്നൊക്കെ ചിന്തിച്ച് ഡെസ്പായി, സങ്കടം ഉണ്ടായി. സത്യം പറഞ്ഞാൽ ആ ലൈഫിന്റെ ആ ഒരു മൊമെന്റ് ഇങ്ങോട്ട് സ്പോയിൽ ചെയ്യും കേട്ടോ. ആക്ച്വലി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വാല്യൂ നമ്മുടെ കയ്യിലാണ്. മറ്റൊരാൾ എന്ത് പറഞ്ഞാലും നമ്മളെ കയ്യിലല്ലേ നമ്മുടെ വാല്യൂ. ഒരാൾ എന്തോ എന്ന് പറഞ്ഞു വിചാരിച്ച് നമ്മുടെ വാല്യൂ കുറയാനൊന്നുമില്ല.
പിന്നെ ഈ ചെറിയ ഇങ്ങനെ ചീപ്പായ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ആളുകൾ അവരുടെ മുന്നിൽ അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് വിചാരിച്ച് നമ്മുടെ വാല്യൂ കുറയുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ മതി. പക്ഷെ അവരുടെ ശ്രദ്ധ മൊത്തം അവരുടെ വാല്യൂവിലാവും. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അവർക്ക് സെൽഫ് ലവ് കുറവാണ്. അതുകൊണ്ട് അവരുടെ വാല്യൂ അത് ഇടിയുമോ കുറയുമോ ഈ ഒരു സ്ട്രഗിളിലാണ് എന്നുള്ളതാണ്. എന്നാൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം മോഹൻലാൽ, നമ്മുടെ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലിന്റെ കഥ. വന്ന കാലം മുതൽ തന്നെ മോഹൻലാലിന്റെ വയറിനെ കുറിച്ച്, ശരീരത്തെ കുറിച്ച്, തടിയെ കുറിച്ച്, മൂക്കിനെ കുറിച്ച്, നടത്തത്തെ കുറിച്ച് ഒക്കെ ആളുകൾ അന്ന് മുതലേ ട്രോളുന്നുണ്ടായിരുന്നു കേട്ടോ. മോഹൻലാൽ അതൊന്നും ബോധർ ചെയ്യാതെ അയാളുടെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അയാൾക്കറിയാം അയാളുടെ വാല്യൂ അയാളുടെ കയ്യിലാന്ന്. ഇന്നും അയാളെ ട്രോളുന്നുണ്ട്. പക്ഷെ അയാൾക്ക് ആരാധകരുണ്ട്, അയാളുടെ മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇങ്ങനെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും എന്താ ചെയ്യുക? ഇത് ശ്രദ്ധിക്കുന്ന ഒരാൾ എന്ത് വിചാരിക്കും? ഇനി ട്രോളാൻ അവസരമൊന്നും കൊടുക്കരുത് എന്നൊക്കെ ചിന്തിക്കും. ഇയാൾ വേഗം പോയിട്ട് ഡിറക്റ്റ് ചെയ്യും. ഡിറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തറിയോ? അഥവാ ഒന്നിപ്പോൾ പാളിപ്പോയാൽ ഇതിൻ്റെ 5 ഇരട്ടി ട്രോളും. അതറിയാലോ. മോഹൻലാൽ ഒന്നും ശ്രദ്ധിക്കില്ല. അയാൾ എന്താണോ അയാളുടെ ലൈഫിൽ അയാൾ ആഗ്രഹിക്കുന്നത്, അയാൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അയാൾ അതങ്ങോട്ട് ചെയ്യും. അയാൾക്കറിയാം അയാളുടെ വാല്യൂ ഈ കുറച്ച് ആളുകൾ പറഞ്ഞാൽ നശിക്കുന്നൊന്നല്ലാന്ന്. ഇതാണ് ബെസ്റ്റ് എക്സാമ്പിൾ. സോ നമ്മുടെ വാല്യൂ കുറെ ആളുകൾ അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കുറയുന്നല്ല. സെൽഫ് ലവ് ഉള്ള ഒരാൾക്ക് മറ്റൊരാൾ തന്നെ സൂപ്പർ എന്ന് പറയണമെന്നൊന്നുമില്ല. അയാൾക്കറിയാം അയാളുടെ വാല്യൂ എന്താണ്, അയാളുടെ വേർത്ത് എന്താണെന്നുള്ളതൊക്കെ. മറ്റാളുകൾ തന്നെ സൂപ്പർ സൂപ്പർ എന്ന് പറയണം എന്നൊക്കെ വിചാരിച്ച് അതിന് ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സോഷ്യൽ മീഡിയയിൽ അതും ഇതൊക്കെ ചെയ്ത് ഒരുപാട് സ്ട്രെയിനൊക്കെ ചെയ്യുന്ന ആളുകളില്ലേ, അവരൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഓർക്കുക അവർക്കൊക്കെ സെൽഫ് ലവ് കുറവാണ്. അവരുടെ വിചാരം മറ്റാളുകൾ എന്തൊക്കെയോ തന്നെ സൂപ്പർ എന്ന് പറഞ്ഞിട്ട് വേണം അവരുടെ വാല്യൂ കൂടാന്നുള്ളതാണ്. സെൽഫ് ലവ് കുറഞ്ഞ ആളുകൾ ഒരു ചെറിയ ഇഷ്യൂ ഒക്കെ വരുമ്പോൾ തന്നെ അവനവനത്തിനോട് ശപിക്കാൻ തുടങ്ങും, പഴിക്കാൻ തുടങ്ങും. ഒരു കാലത്ത് ഞാൻ നന്നാവില്ലെന്ന് എനിക്ക് പണ്ടേ അറിയാന്നു, എൻ്റെ വിധി അതാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ ആവേണ്ട ഒരുത്തനാണെന്നൊക്കെ പറഞ്ഞു തുടങ്ങും. അവരുടെ സെൽഫ് ലവ് കുറവാണ്. അവർക്ക് അവരെ തന്നെ വലിയ ഇഷ്ടമൊന്നുമില്ല, ബുദ്ധിമുട്ടി കൊണ്ട് നടക്കുകയാണ്. അതിനിടെ ഈ ഇഷ്യൂ കൂടി വരുമ്പോൾ അവനവനെ തന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അതിൻ്റെ പ്രതികരണം എന്നുള്ള പോലെ സ്വയം അങ്ങ് പഴിച്ചുകൊണ്ടേയിരിക്കുന്നുള്ളതാണ്. എന്നാൽ സെൽഫ് ലവ് അധികമുള്ള ആളുകളോ ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു പ്രശ്നത്തെ വളരെ കാമായിട്ട് ഡീൽ ചെയ്യും. അയാൾക്കറിയാം അയാളുടെ കുറേ പ്രശ്നം കൊണ്ടൊക്കെയാണ് അത് വന്നിട്ടുണ്ടാവുക. അതിനയാൾ അവനവനോട് തന്നെ ഒന്ന് ക്ഷമിച്ച് വളരെ കാമായിട്ട് അതിനെ ഡീൽ ചെയ്യും. അയാൾക്ക് അയാൾ അത്ര ഇഷ്ടമാണ്. അപ്പൊ ആ ഇഷ്ടമുള്ളതിനെ എങ്ങനെ അയാൾക്ക് വിട്ടുകൊടുക്കാൻ കഴിയുക? പിന്നെ അയാളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ള ആർക്കാ? അയാൾക്ക് തന്നെയാണ്. ഇത് ഈ സെൽഫ് ലവ് കുറവ് എന്നൊക്കെ പറഞ്ഞാലേ അവനവനെ തന്നെ അവനവൻ അറ്റാക്ക് ചെയ്യുന്ന പോലെയല്ലേ. നമ്മൾ അറ്റാക്ക് ചെയ്യുമോ? കാരണം നമുക്ക് നമ്മളെ ഇഷ്ടമുണ്ടെങ്കിൽ എന്താ, നമ്മളെ സ്നേഹിക്കും, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും, നമ്മളെ പിടിച്ചു നിർത്താൻ നമ്മൾ ഏതറ്റം വരെയും പോവില്ലേ. അതല്ലേ ലവ് എന്നൊക്കെ പറയണത്. ഈ പറഞ്ഞ കാര്യങ്ങൾ എന്നൊക്കെ എനിക്ക് മനസ്സിലായ കാര്യം, സെൽഫ് ലവ് എനിക്ക് നല്ല കുറവുണ്ട്, ഇതിലെ പല ലക്ഷണങ്ങളും എനിക്കുണ്ട് എന്ന് പറയുന്ന ആളുകൾക്ക് സെൽഫ് ലവ് വർദ്ധിക്കാനുള്ള ചില മാർഗങ്ങൾ ഞാൻ പറയാം. അതിലെ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റൻസ് ആണെന്നുള്ളതാണ്. നമുക്ക് കുറെ കുറവുകളുണ്ട്, നമ്മൾ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലാന്ന് ആദ്യം അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ആ കുറവുകളും നമ്മുടെ കൂടുതലുകളും ഒക്കെ ചേർന്നാണല്ലോ നമ്മുടെ ഐഡന്റിറ്റി. അതാണ് നമ്മൾ എന്നുള്ളതാണ്. ഇപ്പൊ സിദ് ശ്രീറാം എന്നുള്ളൊരു പാട്ടുകാരുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ശബ്ദം പോരാന്ന് പറഞ്ഞിട്ട് പല സ്ഥലത്തുനിന്ന് റിജക്ട് ചെയ്തിട്ടുണ്ട്. പോരായ്മയാണ് ആ ശബ്ദം. ഇന്ന് ആ ശബ്ദമാണ് ഏറ്റവും സോൾഫുൾ ആയ പാട്ടുകൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നാട്ടുകാർ പോരാ, പെർഫെക്റ്റ് അല്ല എന്നൊക്കെ പറയും. അത് ഈ സമൂഹത്തിന്റെ വ്യൂ പോയിന്റ് ആണ്. പക്ഷെ നമ്മുടെ ഐഡന്റിറ്റി ഇതാണ്. ഈ പോരായ്മകളൊക്കെ ചേർന്നാണ് നമ്മുടെ ഐഡന്റിറ്റി. ഇതിനെ തേടി നാളെ ആൾ ഇവിടെ വരും. ചുരുക്കി പറഞ്ഞാൽ നാട്ടുകാരുടെ വാക്കിനനുസരിച്ചൊന്നും അല്ല നമ്മുടെ വാല്യൂ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലൊക്കെ പെട്ട ഒരാളുണ്ട്, അയാൾ വീൽ ചെയറിലാണ്. അപ്പം അയാളെ ഞാൻ കാണാൻ പോയപ്പോൾ അയാൾ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര ഹാപ്പി. ബുക്കുകൾ വായിക്കുന്നു, തത്വശാസ്ത്രങ്ങൾ ചർച്ച ചെയ്യുന്നു, പ്രപഞ്ചത്തെക്കുറിച്ച് പറയുന്നു, ഭയങ്കര ഹാപ്പി. അയാൾ പറഞ്ഞതിലൊരു പോയിന്റ് ഉണ്ട്. ആദ്യം വിഷമമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഞാനങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തു, ഇതാണ് ഞാൻ. അതോടുകൂടി ആ വിഷമം അങ്ങ് പോയി എന്നുള്ളത്. നമ്മളങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കുറവുകളൊക്കെ ചേർന്നിട്ട് നമ്മളിതാണെന്നങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ മനസ്സ് അതുവരെ നെഗറ്റീവായ കാര്യങ്ങളിലേക്ക് പോവും, തൻ്റെ കുറവുകൾ എന്നൊക്കെ ചിന്തിച്ചു പോവും. അതൊക്കെ മാറി നമ്മളവിടെ സാധ്യതകളിലൂടെ പോകാൻ തുടങ്ങും. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ എല്ലാവരും എൻ്റെ ഈ നീണ്ട നെറ്റിയും ഈ പറക്കും ചെവി എന്നൊക്കെ പറയും, ഈ ചെവിയും ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും കേട്ടോ. പക്ഷെ ഞാൻ ഭാഗ്യവശാൽ അന്ന് ചിന്തിച്ചൊരു കാര്യം, എനിക്ക് അഭിമാനബോധമായിരുന്നു. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണിത്. ഇതാണ് ഞാൻ. ഇവര് കിടന്ന് കളിയാക്കണ എന്തിനാ? എൻ്റെ അച്ഛൻ്റെ അടുത്ത് അമ്മേൻ്റെ അടുത്ത് കിട്ടിയല്ലേ.
ഇതിന് ഇവന്മാരെന്തിനാ കളിയാക്കുന്നതെന്നാ ഞാൻ ചിന്തിച്ചത്. കാരണം അത് എൻ്റെ ലെഗസി അല്ലേ, അതാണ് ഞാൻ. അത് ആരെന്തത് മോശമെന്നോ വരുതെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? കാരണം ഇതാണ് ഞാൻ. ആ ഒരു ബോധം വരുമ്പോണ്ടല്ലോ അതിനൊരു ഫയർ ഉണ്ട്. പല ആളുകളുടെ ഈ സെൽഫ് ലവ് കുറയാനുള്ളൊരു കാരണം അവർ ചെറുപ്പ കാലഘട്ടങ്ങളിൽ അനുഭവിച്ച ട്രോമയും പെയിനും അനുഭവങ്ങളൊക്കെ ആയിരിക്കാം. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയെങ്കിലും സെൽഫ് ലവ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാരൻസിനോട് അവരോട് ക്ഷമിക്കുക എന്നുള്ളതാണ്. നിങ്ങളെ വേദനിപ്പിച്ച ആളുകളെയൊക്കെ ലിസ്റ്റ് എഴുതുക. ഒന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രതികാരം ചെയ്തിട്ട് അത് നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്ത് കളയാം. അത് നമുക്ക് നടക്കില്ല. നമുക്ക് ഏറ്റവും സ്യൂട്ടബിളായ മാർഗം എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് തന്നെ കഴിഞ്ഞത് കഴിഞ്ഞു, അവരോടൊക്കെ നമുക്ക് ക്ഷമിക്കാം. പറഞ്ഞ ഈ ഭാരവും കൊണ്ട് നടന്നിട്ടേ അവരൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. ഇതും നമ്മൾ കൊണ്ട് നടന്നിട്ട് പെയിൻ മൊത്തം നമുക്ക് തന്നെയാണ്. ഈ ട്രോമയൊക്കെ നമുക്ക് ഹീൽ ചെയ്യണം. സോ സെൽഫ് ലവ് കുറയുന്നതിൻ്റെ ഒരു കാരണം നമ്മുടെ പാരൻസ് ഒക്കെ കൂടി ആവാം. സോ അവരോടൊക്കെ ക്ഷമിക്കുക. അവരുടെ അറിവില്ലായ്മ കൊണ്ടൊക്കെ ആവും അത്. നമുക്ക് സ്നേഹവും കരുതലൊക്കെയാണ് വേണ്ടത്. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ടോക്സിക്കായ ആളുകളുടെ അടുത്തോട്ട് പോയിട്ടാണ് നമ്മൾ ഈ സ്നേഹവും കരുതലൊക്കെ പ്രതീക്ഷിക്കുന്നെങ്കിൽ അത് പാല് വാങ്ങാൻ ഹാർഡ്വെയർ ഷോപ്പിലോട്ട് പോകുന്ന പോലെയാണ്, കിട്ടില്ല. പറഞ്ഞു വന്ന എന്താന്ന് പറഞ്ഞാൽ ഈ ടോക്സിക്കായ ആളുകളുമായിട്ട് ഇടപെട്ടിട്ടേ നമ്മൾ അവരിൽ നിന്ന് ഈ സ്നേഹവും കരുതലൊന്നും പ്രതീക്ഷിക്കരുത്. അങ്ങനെയുള്ള ആളുകളുമായിട്ട് ഇടപെടുമ്പോൾ നമ്മുടെ ഉള്ള സെൽഫ് ലവ് പോലും പോവും. സോ ടോക്സിക്കായ ആളുകളിൽ നിന്ന് അകന്ന് നിൽക്കുക. നമ്മുടെ സെൽഫ് ലവ് വർദ്ധിപ്പിക്കാനുള്ള അടുത്തൊരു മാർഗം ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ്. നമുക്ക് കിട്ടിയതിനോടൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക, നന്ദി ഉണ്ടാവുക എന്നുള്ളതാണ്. കിട്ടിയതിനോടൊക്കെ നന്ദി ഉണ്ടാവുക എന്ന് പറയുമ്പോഴേ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന എന്താ, പോസിറ്റീവായ കാര്യങ്ങളിലേക്കായിരിക്കും. നമുക്ക് ഇതൊക്കെ ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇപ്പൊ എനിക്ക് ഈ ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട്. അത് ചിന്തിക്കുമ്പോൾ ഞാൻ അതിലോട്ടാണ് ഫോക്കസ് ചെയ്യുക. എനിക്ക് പല ന്യൂനതകളും ഉണ്ടാവും, അതല്ല ഫോക്കസ് ചെയ്യുക. നമ്മൾ ഈ ഉള്ളതിലേക്കാണ് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ടെ ഇന്ന് നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഒരു 5 കാര്യങ്ങൾ എഴുതിയിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കൂട്ടെ. നിങ്ങൾക്ക് ആകെ പോസിറ്റീവ് ആവും. നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന എന്താ, എനിക്കിതൊക്കെ ഉണ്ട്, എന്ത് ബ്യൂട്ടിഫുൾ ആണ് എൻ്റെ ലൈഫ്, എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് നല്ല വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ആകെ ഒരു പോസിറ്റീവ് ഫീൽ ആയിരിക്കും. അടുത്ത പോയിന്റ്, നമുക്കൊരു പ്രശ്നം വരുമ്പോഴേ നമ്മൾ നമ്മളെ തന്നെ പഴിച്ചുകൊണ്ടിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ വിധി ഇതാണ്, ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഇതേ സംഭവിക്കൂ, ഞാനിങ്ങനെ ഈ നേരത്താണെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ നമ്മളെ തന്നെ പഴിക്കുമല്ലോ. അങ്ങനെ പഴിക്കുന്നതിന് പകരം നമ്മൾ അങ്ങനത്തെ ഒരു ഇഷ്യൂലൊക്കെ നമ്മൾ പോയി പെട്ട് നമ്മളാകെ തകർന്നിരിക്കുമ്പോൾ നമ്മളെ തന്നെ നമുക്ക് ഇങ്ങോട്ട് ദേഷ്യമൊക്കെ വരുന്ന മൊമെന്റിൽ ആ നമ്മളോട് തന്നെ ദയോടുകൂടി പെരുമാറുക, കമ്പാഷനോടുകൂടി പെരുമാറുക. നമ്മൾ ചിന്തിക്കുക, നമ്മളൊക്കെ മനുഷ്യരല്ലേ, നമുക്കൊക്കെ തെറ്റുകൾ പറ്റും, നമ്മൾ നമ്മളോട് തന്നെ ക്ഷമിക്കുക, അടുത്ത തവണ ശരിയാക്കാം. ഇവിടെ തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരൊന്നുമില്ല, എല്ലാവരും തെറ്റ് ചെയ്യുന്നവരല്ലേ. ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മളോട് തന്നെ കുറച്ച് കമ്പാഷനോടുകൂടി ദയോടുകൂടി പെരുമാറുക. വെറുതെ ഒരു സിറ്റുവേഷനിൽ, ഒരു മോശം സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ വിളിച്ച് ചീത്തയൊക്കെ പറഞ്ഞ് സ്വയം പഴിക്കുന്നതിനേക്കാളൊക്കെ നല്ലതാണ്. അടുത്ത പോയിന്റ്, നമ്മൾ വാല്യൂ ഉള്ള ആളുകളാണെന്ന് നമ്മൾ തിരിച്ചറിയുക. ഈ ലോകത്തുള്ള ഓരോരുത്തർക്കും ഓരോ കഴിവുകളായിരിക്കും. നമ്മൾ എന്ത് നോക്കിയിട്ടാണ് നമുക്ക് വാല്യൂ ഇല്ല എന്ന് പറയുന്നത്? അവരിപ്പോൾ കഴിവൊക്കെ കാണിച്ച് നമ്മൾ അത് നോക്കിയിട്ട് നമ്മൾ മറ്റുള്ള കമ്പയർ ചെയ്തിട്ടല്ലേ. ഇപ്പോൾ സച്ചിനോട് ക്രിക്കറ്റ് ഒഴിവാക്കിയിട്ടേ അയാളോട് വേറെ ഏതെങ്കിലും പണി ചെയ്യാൻ പറയുക. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ അയാൾക്ക് ഒന്നും അറിയില്ല. നമ്മൾ അയാളെ പറയും അയാൾ ഒരു മണ്ടനല്ലേ എന്നൊക്കെ പറയും. കാരണം അയാൾക്ക് ആ ജോലി ഒന്നും ചെയ്യാനും അറിയില്ല എന്ന്. സച്ചിൻ ക്രിക്കറ്റിൽ എത്തുമ്പോൾ മാത്രമാണ് അയാൾ അത്രയും ബെസ്റ്റ്. മറ്റ് പല കാര്യങ്ങളിലും അത്ര ബെസ്റ്റ് ആവണമെന്നില്ല. ഇവിടെയുള്ള പലരും അങ്ങനെയാണ്. നമ്മൾ ബെസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പലരെയും നോക്കി അസൂയപ്പെടുന്ന പല ആളുകളും അവരവിടെ എത്തിയത് കൊണ്ടാണ് ബെസ്റ്റ്. പിന്നെ ഓരോ ആളുകളുടെ അംബീഷൻസ്, ഓരോ ആളുകളുടെ കഴിവുകൾ ഒക്കെ വേറെ വേറെ ആണല്ലോ. അതൊക്കെ നോക്കിയിട്ട് എനിക്ക് കഴിവില്ല, എനിക്ക് വാല്യൂ ഇല്ല എന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമല്ല. നമ്മുടെ കഴിവിനനുസരിച്ചുള്ള ഒരു സ്ഥലത്ത് നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ടാവില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്ക് വാല്യൂ ഇല്ലാത്തൊന്നല്ല. അടുത്ത പോയിന്റ്, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പലപ്പോഴും ഒരു നെഗറ്റീവായ ഒരു വോയിസ് കേൾക്കുന്നുണ്ടാവും. എന്ത് ചെയ്യുമ്പോഴും നെഗറ്റീവായ കാര്യങ്ങൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ടാവും. നെഗറ്റീവ് സെൽഫ് ടോക്ക്. ഓരോ തവണയും നെഗറ്റീവ് സെൽഫ് ടോക്ക് വരുമ്പോഴും നമ്മൾ അറിയേണ്ടത് നമ്മളെ സെൽഫ് ലവിനൊക്കെ ഇതിങ്ങനെ കുറച്ച് നമ്മൾ എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യേണ്ടതും തകർത്ത് ആകെ ഒരു നെഗറ്റീവ് ഇഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഓരോ തവണ നെഗറ്റീവ് സെൽഫ് ടോക്ക് വരുമ്പോഴേ ഇതിൽ വല്ല കഥയുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ഇത് ചിന്തിച്ചത് കൊണ്ട് വല്ല ഗുണമുണ്ടോ, ഇത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് കൂടി ഒന്ന് ചിന്തിക്കണം. ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാനേ പോകണ്ട.
അതിനെ നെഗ്ലക്റ്റ് ചെയ്യുക. അങ്ങനെ കുറേ കാലം നെഗ്ലക്റ്റ് ചെയ്ത് പോകുമ്പോൾ അതങ്ങ് പോയിക്കോളും. സെൽഫ് ലവ് എന്ന് പറഞ്ഞ ഒരു ജേർണിയാണ്. നമുക്ക് പെട്ടെന്നൊന്നും അത് ഇമ്പ്രൂവ് ചെയ്യാനൊന്നും കഴിയില്ല, പക്ഷെ ഇമ്പ്രൂവ് ആവും. ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യും. ഇറ്റ്സ് മീ MK ജയദേവ്.